അലൈക്കും. ഇന്നത്തെ റെസിപ്പി മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ 1/2 കിലോ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ, കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ 1 കിലോ മട്ടൻ വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ എടുത്താൽ മതി ഉള്ളീൻ്റെയും എല്ലാത്തിൻ്റെ അളവ്. അപ്പോൾ ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലധികം മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിവിടെ എരിവ് കുറച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ എരിവ് കുറച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്കിതാ തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മട്ടൻ്റെ പീസ് ചേർക്കാം. അപ്പോൾ മട്ടൻ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ച് വെച്ച് 3-4 വിസിൽ വന്നാൽ നമ്മുടെ മട്ടൻ വെന്ത് കിട്ടും. അപ്പോൾ ഇതിലിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മട്ടനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാനുള്ള അരിയുടെ കഴുകി വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് നെയ്യും ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവ് എന്ന അളവിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ് ഇതാ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെയ്ച്ചോറ് റെഡിയാക്കിയെടുക്കുക. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാക്കി കിട്ടും. മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദം ചെയ്യാനുള്ള പാത്രത്തിലാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ 4 വിസിലാണ് ഈ ഒരു മട്ടൻ വേവാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്യാനുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയിലയും കൂടി ഞാനിതാ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളി 1.5 ഉള്ളിയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പകുതി ഉള്ളി നമുക്കിതാ ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് പാലിൽ കലക്കിയെടുത്തിട്ട് അതും മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതാ ദം ചെയ്യാനുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഈ ഒരു മട്ടൻ ബിരിയാണി. അപ്പോൾ മട്ടൻ ബിരിയാണി ഇതുപോലെയാണ് ഞാനിപ്പം പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുള്ളത്. മസാല വേറെ ആയിട്ടും അതുപോലെ തന്നെ ചോറ് വേറെ ആയിട്ടാണ് പ്ലേറ്റിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. മട്ടൻ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്.